ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. DS ഇറേ. ഓ മോനെ, രാത്രി തന്നെ ഞെട്ടിച്ചു. കിട്ടിലൻ പോസ്റ്റർ, ഒരു കിടിലൻ ഗിഫ്റ്റ് ആട്ടോ. പ്രണവ് മോഹൻലാലിന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ മോളിവുഡ് പ്രിൻസിന് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. സത്യം കേട്ടോ, മോളിവുഡ് പ്രിൻസ്. യെസ്, രാജാവിന്റെ മകനല്ലേ? രാജാവിന്റെ മകൻ രാജകുമാരനാണല്ലോ. എന്താണെങ്കിലും കിട്ടിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് ഒരൊന്നൊന്നര ഐറ്റം കേട്ടോ. അതെ, പൊളി സാധനമാണ്. അതിലേക്ക് വരാം. അതായത് നമുക്ക് ലൈറ്റ് ഒക്കെ ഒന്ന് ഓഫ് ആക്കണം, ആ ഒരു മൂഡ് പിടിക്കാൻ. ലൈറ്റ് ഓഫ് ആക്ക, അല്ല ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് പോയി ഇടണല്ലോ പോലെ. നീ അങ്ങനെ പറയരുത്, ഓഫ് ആക്കണ്ട, നമ്മളെ കാണൂലല്ലോ, അങ്ങനെയൊക്കെ പറയണോ? ഓ അങ്ങനെയാണോ ഞാൻ പറയണത്? നീ അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഞാൻ അങ്ങനെ പറയണമെന്ന്. അല്ലെങ്കിൽ എനിക്ക് പണി കൊടുക്കും. അല്ല, അതിന് കുഴപ്പമില്ലേ, കുറച്ച് ബ്ലാക്ക് ആക്കി കൊടുത്താൽ മതി എഡിറ്റ് ചെയ്യുമ്പോൾ. ലൈറ്റ് ഇടാൻ എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലൈറ്റ് ഓഫ് ആക്കി. നിന്റെ ആഗ്രഹം, നിന്റെ ഇഷ്ടം. വേണ്ട, ഞാൻ ആഗ്രഹം മാറ്റി വെച്ചിരിക്കുന്നു. നമുക്ക് ഈ ഒരു മൂഡിൽ തന്നെ അത് ചെയ്യാം. ഓക്കെ. DS ഇറേ നമ്മുടെ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാൽ നായകനാവുന്ന സിനിമയാണ്. ഭ്രമയുഗം, ഭൂതകാലം, ഈ രണ്ട് സിനിമകൾക്ക് ശേഷം ആളുടെ ഒരു ഒന്നൊന്നര വരവ്. അടുത്ത ഹൊറർ ഫിലിം. യെസ്, ആളുടെ ഒരു ഏരിയ ആണുള്ളത്. അതിലാൾ കൈവച്ചാൽ നമുക്ക് 100% വിശ്വാസം. അതാണ്, ആളാണെങ്കിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 11 സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. മൊത്തം ഹൊററാണ്. അതെ, അതായത് ആളുടെ ലോക്ക്ഡൗൺ സമയം, ആ സമയത്ത് ഇരുന്ന് എഴുതിയതാണ്. അതിലൊന്നാണ് ഈ വരാൻ പോകുന്നത്. പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരം നമ്മൾ കണ്ടിട്ടുള്ള ഹൊറർ അതല്ല, ഒരു മൂഡല്ല ആളുടെ സിനിമകൾക്കൊക്കെ. ഇപ്പൊ ഇതുവരെ വന്ന രണ്ടെണ്ണത്തിനും അങ്ങനെയല്ല, രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെ. മൂന്നാമത്തതും ഈ പോസ്റ്ററൊക്കെ കൂടി കണ്ടു കഴിഞ്ഞപ്പം ഉറപ്പിച്ചു ഇതും വേറൊരു മൂഡായിരിക്കും എന്നുള്ളത്. നമ്മളതിൻ്റെ ഒരു ചെറിയ റൂമർ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ കത്തിയൊക്കെ പിടിച്ച് ഈ ബൊമ്മൻ്റെ ഒക്കെ പരിപാടി, അങ്ങനത്തെ ഒരു പ്രേത പരിപാടി ഉണ്ടല്ലോ, അതിന് പേരുണ്ട്. ആ ടൈപ്പ് ഒരു ഹൊററാണെന്നുള്ളതാണ് അറിഞ്ഞിരുന്നത്. ഓക്കെ, എന്തായാലും ഈ ഒരു പോസ്റ്റർ കാണാം, എന്നിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. ഓപ്പണായിട്ട് പറയാം, ഈ പോസ്റ്റർ എനിക്ക് ഫേവറേറ്റ് പോസ്റ്ററായി മാറിയിട്ടുണ്ട്. ഞാനിത് ഏറ്റവും കൂടുതൽ കണ്ണെടുക്കാതെ നോക്കിയ പോസ്റ്റർ ഇതായിരിക്കാം. ദേ അങ്ങോട്ട് നോക്കൂ, ദേ അങ്ങോട്ട് നോക്ക്, ദേ ഇങ്ങോട്ട് നോക്കൂ. നമ്മുടെ ജയറാമിൻ്റെ ഒരു പടം ഉണ്ടല്ലോ, രണ്ടെണ്ണമായിട്ട് ഒരു വില്ലൻ, അതായത് മയിലാട്ടം. അതിലുണ്ടല്ലോ അഗസ്റ്റിന് പറയുന്നത് അങ്ങോട്ട് നോക്ക്, നീ ഇങ്ങോട്ട് നോക്ക്, എങ്ങോട്ട് നോക്കണം ചോദിച്ചോലെ. ഇതിൽ എങ്ങോട്ടൊക്കെ നോക്കണം, അതാണ് കൺഫ്യൂഷൻ. ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാടുണ്ട്. പല സ്ഥലങ്ങളിലേക്കാണ് നോട്ടം പോകുന്നത്. ആദ്യം നോട്ടം പോകുന്നത് ഒരേ ഒരു മുതലിലേക്കാണ്. പ്രണവ് ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു കോസ്റ്റ്യൂം പൊളിച്ചിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയാണ്. ആളുടെ ഹെയർ സ്റ്റൈലും അതെ, കിട്ടലൻ ആറ്റിറ്റ്യൂഡാണ്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലുക്ക് എന്ന് ഇതിനെ പറയാം. അതെ, ഇതിന് മുൻപ് നമുക്ക് ഒരു കുറേ ചിത്രം വരച്ചൊരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നമുക്ക് ആളുടെ ലുക്ക് ഒറിജിനൽ എങ്ങനെയാന്നുള്ളത് അറിയില്ലല്ലോ. അതാണ്. എന്നാൽ ഇപ്പം ശരിക്കും നമുക്ക് ആ ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആളുടെ ലുക്ക്. അപ്പോൾ ഈ ലുക്ക് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഏതാ നോട്ടം? കണ്ണടച്ചിരിക്കുകയാണോ അതോ താഴത്തേക്ക് നോക്കുകയാണോ? അതായത് ഇതിൻ്റെ വേറൊരു എഡിറ്റഡ് വേർഷൻ ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. അത് കാണുമ്പോൾ മനസ്സിലാവും നോട്ടം കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട്. നോട്ടം തന്നെ. ഇത് താഴെ നിന്നാണ് ഈ ഒരു ഷോട്ട് ആംഗിൾ കുറച്ച് താഴത്തെ ആയതുകൊണ്ടാണ് കണ്ണിങ്ങനെ കുറച്ച് അടഞ്ഞിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നത്. ആളുടെ കയ്യിലാണെങ്കിൽ ഒരു ഗ്ലാസ്സും ഉണ്ട്, സിഗരറ്റ് ഉണ്ട് കയ്യില്, പിന്നെ നിറച്ച് പെണ്ണുങ്ങളും ഉണ്ട്. അത്രക്കുണ്ടോ? ഇഷ്ടം പോലെ കൊറേ ഉണ്ട്. അതായത് ഒന്ന് സോഫയിലുണ്ട്, പിന്നെ നേരെ മുന്നില് ഒന്ന് സൂം ചെയ്ത് വീണടക്കുന്നുണ്ട്, ഒന്ന് ഇവിടെ ഇപ്പുറത്തും ഉണ്ടൊന്ന്. അതെ, പിന്നെ ചെരുപ്പൊക്കെ ഈ ഒരു സെറ്റപ്പ് തന്നെ ഭയങ്കര കിട്ടില്ല. എനിക്ക് ഇതിന്റെ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സൂം ചെയ്ത് കഴിഞ്ഞാൽ പല സാധനങ്ങളും കാണുന്നുണ്ട്. ഇതിന്റെ പുറകില് നമ്മളൊരു തെയ്യത്തിന്റെ പോലെയൊക്കെയാണ് ആദ്യം ഞാൻ വിചാരിച്ചു. അതായത് ഇത് ബ്രഹ്മയുഗത്തിലൊക്കെ ഉണ്ട് ആ സാധനം. അതായത് ഈ സാധനം പോത്തിന്റെ, അതായത് ഈ അവരുടെ ആരാധന ആ സാധനമാണ്. ആ സാധനത്തിന്റെ ഒക്കെയാണ് ഇത് ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ടീമുകൾ എല്ലാരും കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു സ്ഥലമാണോ എന്നൊരു സംശയം. അതിന്റെ ഒരു വൈബും കുറച്ച് ഡാർക്കാണ്, ഭയങ്കര ഡേഞ്ചറുമാണ്.
ഇതാണ് ഞാൻ പറഞ്ഞത്, ആളുടെ രാഹുൽ സദാശിവന്റെ കാര്യം. അതായത് ഭൂതകാലം തന്നു, അത് വേറൊരു ടൈപ്പ് സാധനമായിരുന്നു. നമ്മളങ്ങനെ സാധനം കണ്ടിട്ടില്ല. അതാ പറഞ്ഞ ഇത് അത്രക്ക് ഗംഭീരമായിട്ടുള്ള ഒരു കീട്ടിലോസ്കി ഹൊറർ ഫിലിമായിരുന്നു. അതാ ഒരു വീടിന്റെ ഉള്ളിൽ മാത്രം, അതും ആരെങ്കിലൊക്കെ വന്ന് വാന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു സാധനം. അതാ പറഞ്ഞ സ്ഥിരം ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, ഈ ഒരു പ്രേതം എന്ന് പറഞ്ഞാൽ കുറെ വെള്ളസാരി കൊടുത്തു വരും, അങ്ങനത്തെ ഒരു സാധനമേ അല്ല. അതിനുശേഷം ഭ്രമയുഗം വന്നു. ഭ്രമയുഗത്തില് അതും ഒരു വീടിന്റെ ഉള്ളിൽ തന്നെ, അത് വേറെ രീതിയിലാണ് നമ്മളെ ട്രീറ്റ് ചെയ്തത്. വെറും 4 ആൾക്കാർ. അതാണ്. ഇനിയിപ്പോ ഇത് വരുന്നു, ഇതും ഒരു വീടിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. അതായത് ഒരുപാട് ലൊക്കേഷൻ ഒന്നും ഉണ്ടാവില്ല, കുറച്ച് ഇൻഡോർ ആയിട്ടുള്ള പരിപാടികളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ഇതില് ആള് ഊതി വിടുന്ന പുകല്ലേ, അതിലിങ്ങനെ മുഖം കാണുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഈയുടെ ഭാഗത്ത് കണ്ടോ, ഇറയുടെ ഇതിലെ ഈ ഇല്ലേ, അതിന് താഴെ നിൽക്കുന്ന സ്ത്രീയാണ്, പക്ഷെ അതായത് ഈ ഊതി വിടുന്ന സ്മോക്ക് പോയിട്ട് ഒരു ആ സ്മോക്കിൽ മുഖം തെളിഞ്ഞു വരുന്നത് പോലെ ഒരു ഫീൽ ഉണ്ട്. കൈയൊക്കെ കണ്ടോ, അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും ഉദ്ദേശിക്കുന്നുണ്ട് അതില്. പിന്നെ ഈ സൈഡില്, അതായത് DSR എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ അവിടെ ഉണ്ട് കുറെ സ്ത്രീകൾ, ഇവരൊക്കെ വെള്ളമടിച്ചിങ്ങനെ ഡാൻസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ, പക്ഷെ കൊടുത്തിരിക്കുന്ന രീതി സാധാരണ സ്ത്രീകൾ എന്നുള്ള രീതിയിലല്ല. അതായത് കുറേ നമ്മൾ ആ ഒരു പോസ്റ്റർ തന്നെ കണ്ടില്ലായിരുന്നു ആ ഫസ്റ്റ് ലുക്കില്. അതായത് അത് വരച്ചതാണ് ആ ചിത്രം. ആ ഫോട്ടോയിൽ തന്നെ പ്രണവ് മോഹൻലാൽ അല്ലാതെ ഒരുപാട് ആൾക്കാരുണ്ട്. സത്യം ഉണ്ടോ അതിനകത്ത്? പ്രണവിന് ഏറ്റവും അടിയിൽ തെരഞ്ഞെടുക്കണം. പക്ഷെ ഇതിൽ തെരഞ്ഞെടുക്കണ്ട കേട്ടോ, ആദ്യം ആളെ കണ്ടിട്ടേ വൈറൽ കാണുള്ളൂ. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ, അതിന് അങ്ങോട്ട് ശരിക്കും കാണാൻ പറ്റും. അതായത് കോമഡി റൊമാൻറ്റിക് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ലെവല് പരിപാടി ഒന്നും അല്ല ഇനി. അതൊന്നും വിചാരിച്ചിരിക്കണ്ട, രാഹുൽ സദാശിവനാണ്. അതെ, ഭയങ്കര വിശ്വാസം നമുക്ക്. എന്തൊരു വിശ്വാസം അറിയാം ആളുടെ സിനിമയോട്. എന്തായാലും പ്രണവ് എങ്ങനെ അവതരിപ്പിക്കുന്നുള്ളതാണ്. പ്രണവിനെയും അതൊരു സത്യം കേട്ടോ, പ്രണവിനെ നമ്മൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതെ, വെയിറ്റ് ചെയ്യാണ്, ഗംഭീരമാവട്ടെ. അതെ, എന്തായാലും പൊളി സാധനം. എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്ററായി മാറി. ഇതിന്റെ അത് സാധാരണ ഇതിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ സാധാരണ പോസ്റ്റേഴ്സുകൾക്ക് ഒരു ടെംപ്ലേറ്റ് ഉണ്ട്, അതെ, അതിനൊക്കെ മറികടക്കുന്ന ഒരു പോസ്റ്ററാണിത്. ഇതിനകത്ത് കുറെ സാധനങ്ങളുണ്ട്. അതെ, ഈ സിനിമ എന്താണെന്നുള്ളത് നമ്മുടെ മുന്നിലോട്ട് തരുന്ന കുറെ സംഭവങ്ങളുണ്ട്. അതായത് നമ്മള് ഒരു എഡിറ്റിംഗ് ടേബിളിൽ ഇരുന്നിട്ട് നമ്മൾ അതിന്റെ മൂഡ് പിടിച്ച് വർക്ക് ചെയ്യുന്നത് പോലെ അല്ല ഒറിജിനൽ ഒരു സ്റ്റില്ല് വെച്ചിട്ട് പോസ്റ്റർ വരുമ്പോൾ. അതെ, അത് ആ സിനിമയുടെ മൂഡും സിനിമയും തന്നെയാണ്. ഏകദേശം ഒരു വിഷനാണല്ലോ. അതെ, സിനിമയുടെ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഏകദേശം കിട്ടും ചെയ്യും. എന്താണെങ്കിലും സിനിമയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞതാണ്. ഇനി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. റിലീസ് ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. ഓണർ റിലീസ് എത്തുമോ? ഓണർ റിലീസിന് എന്തായാലും ഉണ്ടാവില്ല. കാരണം ഇപ്പോഴും അപ്പന്മാരെ നേരിടാൻ മക്കൾ ഇതുവരെ ആയിട്ടില്ല. അങ്ങനെ ഒരു ധൈര്യം അല്ലേ, അതിനൊന്നും ഇവര് വളർന്നിട്ടില്ല. വളർന്ന് വരട്ടെ. മൂക്കാനുണ്ട് കുറച്ചും കൂടി. മൂപ്പ് വേറെ പ്രശ്നമുണ്ട്, ഇവര് മൂക്കുന്നുണ്ട്, പക്ഷെ അപ്പോഴേക്കും മറ്റൊരു കൂടുതൽ മൂക്കണേ. അതങ്ങനെയാണല്ലോ, എക്സ്പീരിയൻസ് കൂടി വരുവാണല്ലോ. ഇതിൽ താഴെ ഒരു കമന്റ് ഉണ്ട്, അച്ഛനും മോനും ബോക്സ് ഓഫീസിന്റെ അട്ടക്കം കണ്ടേ ഈ കളം വിടുള്ളൂ. ചില്ലറ കമന്റ്. അതൊരു ഒന്നൊന്നര കമന്റ് കേട്ടോ. ഡാഡി കുറച്ച് ദിവസം റെസ്റ്റ് എടുക്ക്, മല കയറുന്നതിന്റെ ഇടയ്ക്ക് ഇനി ഞാനൊന്ന് കത്തിച്ചിട്ട് വരാം. അത് വേറൊരു സത്യം. ആളെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മല കയറാൻ പോകുന്ന ആളാണ്. ഇതൊരു കമന്റ് ഉണ്ട്, ആ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കൂ, റൈറ്റ് സൈഡിലേക്ക് നോക്കൂ, താഴേക്ക് നോക്കൂ. അത് നമ്മൾ പറഞ്ഞ സാധനം കൊറേ സംഭവങ്ങളുണ്ട്. അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അത് ഉറപ്പായിട്ട് അത് തോന്നി, കാരണം അങ്ങനത്തെ ഒരു പോസ്റ്റ് ആണല്ലോ. ഒരു കമന്റ്, ബ്രോ തിങ്സ് ഈസ് പ്രണവ് മോഹൻലാൽ. പടം പോസിറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ബെഞ്ച് മാർക്ക് ഐറ്റം ആയിരിക്കും. ടോട്ടലി തിയേറ്ററിക്കൽ സ്റ്റഫ്. നമ്മള് ഭ്രമയുഗത്തിന് പറഞ്ഞ സാധനമുണ്ടല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കണം. ലാൽ സദാശിവന്റെ റേഞ്ച്, അതായത് വെറും 4-5 ആൾക്കാരെ വെച്ച് ഒരു നമ്മുടെ ഈ ഒരു സമയത്ത് ഫുള്ളായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് അത് 60 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ട് വമ്പൻ ഹിറ്റ് ആയിരിക്കുക. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. അതെ, അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാള് ഇതെന്തായിരിക്കും ഒരുക്കി വെച്ചിട്ടുണ്ടാവുക എന്ന് വെറുതെ ചിന്തിച്ചാൽ മതി. എന്താണെങ്കിലും അട്ടാറ് സിനിമ ആവട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. സിനിമ. യെസ്, അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം.